സുഖേ എന്നാ വന്നിരിക്കുന്നേ? തേങ്ങ തിന്നാനാണോ? തേങ്ങ തിന്നാൻ വന്നാണോ? എപ്പോഴും തേങ്ങ തിന്നാൻ വരും ലൂക്ക. സുഖേ എന്നാ വന്നിരിക്കുന്നേ? തേങ്ങ തിന്നാനാണോ? തേങ്ങ തിന്നാൻ വന്നാണോ? എപ്പോഴും തേങ്ങ തിന്നാൻ വരും ലൂക്ക. തേങ്ങ ചേരേണ്ടത് കേട്ടാ ഒരു പണിയോടെ ചെയ്യിക്കാൻ ഒരു 3 പണിന്ന് ഒരുമിച്ച് പറയാം. ചെയ്യുമോ? തുടങ്ങി വന്നേ. ആ ഫ്രിഡ്ജ് തുറന്നേ. ഫ്രിഡ്ജ് തുറന്നേ. വാ അമ്മയുടെ ഫ്രിഡ്ജ് തുറന്നേ. തുറന്നേ ഫ്രിഡ്ജ് ഒന്ന് നോക്കട്ടെ. ഫ്രിഡ്ജ് തുറന്നേ. തുറക്കുവാൻ അറിയാൻ നോക്കട്ടെ. ഫ്രിഡ്ജ് തുറന്നേ. തുറക്കുമോ നോക്കട്ടാ. ഓ ഫ്രിഡ്ജ് തുറന്നാ മതി. വേറെ സാധനം ഒന്നും എടുക്കണ്ട ഫ്രിഡ്ജിനകത്ത്. ഫ്രിഡ്ജ് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാ. വേറൊരു സാധനം വേറൊരു കാര്യം ഇനി വേണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മയ്ക്ക് തേങ്ങ എടുത്ത് തന്നെ. ഇതെവിടെ അമ്മയ്ക്ക് തേങ്ങ എടുത്ത് തന്നെ. ഒരു തേങ്ങ അതും എടുത്തു. അതും എടുത്തു. എന്റെ ദൈവമേ, അതും എടുത്തു തന്നു. ഇനി എന്തോ ചെയ്യിപ്പിക്കുന്നേ? ഒരുമിച്ചങ്ങ് ചെയ്യിപ്പിക്കാൻ പോകുന്ന കാര്യം. പാത്രം എടുത്തുവാ. കുഞ്ഞിന് പാത്രം എടുത്തു. അമ്മ തേങ്ങ ഇട്ട് തരാം. പാത്രം ചെടുത്തുവാ. പാത്രം എടുത്തുവാ. എടുത്തുവാ. പാത്രം അവിടെ ഇല്ല. അവൻ മറന്നുപോയോ? കുഞ്ഞിന്റെ പാത്രം സ്ഥലം മാറ്റി വെക്കുന്നുണ്ടോ കുഞ്ഞിന് കൺഫ്യൂഷൻ. പാത്രം എടുത്തോ? പാത്രം എടുത്തു. ഇനി എന്തോ ചെയ്തു? കൈ തരക്കാം. പൊക്കി കഴിക്കാം. അടുപ്പാത്രത്തിന്റെ അടി വിറകില്ല. അമ്മ വിറക് ഇട്ടില്ലായിരുന്നു. എടാ, നിങ്ങൾ ആരെങ്കിലും ഈ 3 കൂട്ടം പണി ഇങ്ങനെ ഒരുമിച്ച് ഒരു പണി പറയോടാ? ഇല്ല. ചെയ്യോടാ? ഒരു പണി ചെയ്താൽ നീയൊക്കെ ചെയ്യുമല്ലോടാ. ഇനി എന്തായാലും കുഞ്ഞിന് വേണ്ടേ? ഇനി കുഞ്ഞിന് തേങ്ങ വേണം. അമ്മ തിരുമ്പി കഴിഞ്ഞിട്ട് ഈ തേങ്ങ തരാം കേട്ടോ. അതിന് നോക്കിയിരിക്കുന്നേ. പിന്നെ ഇത്ര തേങ്ങ കൊണ്ട് മതിയോ? ഇത്രയും പണി ചെയ്തല്ലേ? കൊണ്ടുപോയി തിന്നു. പോ മുറുകപ്പിടി. വീട് തേങ്ങ മാത്രം ഓടിയടാ. ഇനി വാടാതെ. സുഖേ എന്നാ വന്നിരിക്കുന്നേ? തേങ്ങ തിന്നാനാണോ? തേങ്ങ തിന്നാൻ വന്നാണോ? എപ്പോഴും തേങ്ങ തിന്നാൻ വരും ലൂക്ക. തേങ്ങ ചേരേണ്ടത് കേട്ടാ ലൂക്ക ഒരു പണിയോടെ ചെയ്യിക്കാൻ ഒരു 3 പണിന്ന് ഒരുമിച്ച് പറയാം. ചെയ്യുമോ? തുടങ്ങി വന്നേ. ആ ഫ്രിഡ്ജ് തുറന്നേ. വാ അമ്മയുടെ ഫ്രിഡ്ജ് തുറന്നേ. തുറന്നേ ഫ്രിഡ്ജ് ഒന്ന്